ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് തത്കാൽ ടിക്കറ്റ്, റിസർവേഷൻ ടിക്കറ്റ് എങ്ങനെ ഓൺലൈനായിട്ട് എടുക്കാം എന്നുള്ളതാണ്. അതിന് ആദ്യമേ എല്ലാവരും റെയിൽ ആപ്പ് എന്ന് പറയുന്ന ഇന്ത്യൻ റെയിൽവേയുടെ ഒരു ആപ്പുണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് വെക്കണം. ഡൗൺലോഡ് ചെയ്ത് ലോഗിൻ ചെയ്ത് വെക്കണം ആദ്യമേ. അത് കഴിഞ്ഞുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് റെയിൽ വൺ എന്ന് പറയുന്ന ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. സ്ക്രീനിൽ ഈ മുകളിൽ കാണുന്ന റെയിൽ വൺ എന്ന് പറയുന്ന ആപ്പാണ്. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ലോഗിൻ ചെയ്ത് വെച്ചേക്കുവാണ്. ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് ആക്ച്വലി ആ ലൊക്കേഷനോടെ ഒന്ന് ഓൺ ചെയ്ത് വെക്കണം. ലൊക്കേഷനോടെ ഓൺ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഈ ആപ്പ് ഓൺ ചെയ്യുമ്പോൾ തുറക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. സ്ക്രീൻ വരും. ജേർണി പ്ലാനർ മോളിൽ വരും. അതിൽ റിസർവ്ഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം ആദ്യമേ. ഇപ്പം റിസർവ്ഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പം അതിനകത്ത് ഫ്രം നമ്മളോട് ചോദിക്കും. അപ്പോൾ ഫ്രം നമുക്ക് പോകേണ്ട എവിടെ നിന്നാണോ അവിടുന്ന് ടൈപ്പ് ചെയ്യുക. ഞാനിപ്പം കോട്ടയം ടൈപ്പ് ചെയ്തു. കോട്ടയം എന്ന് ടൈപ്പ് ചെയ്യുന്നതിന് കോട്ടയം വന്നു. താഴത്തെ ക്ലിക്ക് ചെയ്താൽ മതി. കോട്ടയം ടു കണ്ണൂർ. ഇപ്പം ഞാൻ നാളെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നാളെ പോകുന്നതിന് 21 മാർച്ച്. അപ്പം 21 മാർച്ച് ഞാൻ വന്ദേ ഭാരതിന് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ക്ലാസ് എന്നുള്ള താഴെ എഴുതി ഡേറ്റ് 21 മാർച്ച് ഡിപ്പാർച്ചർ ഡേറ്റ് വന്നു. സപ്പോസ് ഇത് കഴിഞ്ഞുള്ള ഡേറ്റ് ആണെങ്കിൽ നമുക്ക് ഈ കലണ്ടറെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡേറ്റ് മാറ്റാം. ഞാനത് ഡേറ്റ് മാറ്റുന്നില്ല. ഞാനത് 21 തന്നെ ഇടുവാണ്. 21 മാർച്ച്, അതായത് നാളത്തെ. താഴെ കോട്ട എന്ന് എഴുതിയിട്ടുണ്ട്. കോട്ടയിൽ ഞാനത് ജനറലിന് പകരം ഞാൻ തത്കാലാക്കണം. മോളിൽ നോക്കി കോട്ടയെ ക്ലിക്ക് ചെയ്യുമ്പോൾ വരും. അതിൽ തത്കാൽ എന്നുള്ള ക്ലിക്ക് ചെയ്യണം. തത്കാലം എന്നുള്ള ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഈ ഓൾ ക്ലാസ്സിന് പകരം വന്ദേ ഭാരത് ആണെങ്കിൽ ഈ മോളിൽ എഴുതിയിട്ടുണ്ട് ഓൾ ക്ലാസ്സസ്, ഓൾ സെക്കൻഡ് CC എന്ന് എഴുതിയിട്ടുണ്ട്. കണ്ടോ? CC ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചേർക്കാർ മാത്രമുള്ളത് കിട്ടും. അല്ല ഓൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ട്രെയിനും കാണിക്കും. നമുക്ക് CC എന്ന് മാത്രം ഞാൻ ക്ലിക്ക് ചെയ്തു. തത്കാലം എടുത്തു. എനിക്ക് വന്ദേ ഭാരതിൽ പോകാനായതുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ സെർച്ച് ഞെക്കുക. അപ്പം നാളേക്കുള്ള ട്രെയിനുകളുടെ ലിസ്റ്റ് വന്നു. കണ്ടോ? വന്ദേ ഭാരത് വന്നിട്ടുണ്ട്. നാളെ 7:21 കോട്ടയത്ത് നിന്ന് പുറപ്പെടും. അതിൻ്റെ താഴെ ഒരു പരിശ്രമമുണ്ട്. അപ്പം നാളെ പുറപ്പെടുന്ന തത്കാലിലുള്ള ചേർക്കാർ ഉള്ള അവൈലബിൾ ട്രെയിനകത്ത് കാണിച്ചേക്കുന്നത്. അപ്പോൾ ഈ വന്ദേ ഭാരതിൽ താഴെ ഞാൻ ആ CC ഉണ്ട്, EC ഉണ്ട്, ചേർക്കാർ. ആ ചേർക്കാറെ ഞാൻ ക്ലിക്ക് ചെയ്തു. ഇപ്പം നോക്കിക്കോ, ഗെറ്റ് അവൈലബിലിറ്റി ക്ലിക്ക് ചെയ്തപ്പോഴത്തേനും അവൈലബിൾ 335 സീറ്റ് അവൈലബിൾ ആണ്. അതിന്റെ ഫെയർ ആണ് കാണിച്ചേക്കുന്നത് 1215 രൂപത്തിൽ കാണിച്ചു. അപ്പൊ നമ്മൾ ബുക്ക് ചെയ്യാൻ വേണ്ടി അതിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരും. അതിൽ നോക്കിക്കോ, കോട്ടയം ബോർഡിംഗ് സ്റ്റേഷൻ കോട്ടയം കാണിച്ചിട്ടുണ്ട്. മുകളിൽ നോക്കിക്കോ, 7:21 സമയം, സാറ്റർഡേ 21 മാർച്ച്, കോട്ടയം ടു കണ്ണൂർ, ക്ലാസ് ചേർക്കാറ്, കോട്ട തത്കാല്, ബോർഡിംഗ് സ്റ്റേഷൻ കോട്ടയം, സെലക്ട് പാസഞ്ചർ എന്ന് കാണിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ആഡ് ന്യൂ ക്ലിക്ക് ചെയ്യുക. റൈറ്റ് സൈഡ് ആഡ് എക്സിസ്റ്റിംഗ് ഉണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ പാസഞ്ചർ ആഡ് ചെയ്ത് വെച്ച് വെക്കുന്നതാണെങ്കിൽ ആഡ് എക്സിസ്റ്റിംഗ് ക്ലിക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ ആഡ് ന്യൂ ക്ലിക്ക് ചെയ്താൽ മതി. ആഡ് ന്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ മുകളിൽ മെയിൽ ഫീമെയിൽ എന്നൊക്കെ ചോദിക്കും. അപ്പം ഞാൻ മെയിൽ നിട്ടു. അപ്പോൾ പേരിടുക. നമ്മൾ പേര് ടൈപ്പ് ചെയ്യുക. ഞാനിപ്പോൾ എൻ്റെ പേര് ഞാനിങ്ങനെ സുനിൽ എന്നങ്ങ് ടൈപ്പ് ചെയ്തു. ഏജ് ഇടുക, 50 നിട്ടു. ഇന്ത്യയാണ്, അത് ഇന്ത്യ തന്നെ കിടന്നോട്ടെ. പിന്നെ ബർത്ത് പ്രിഫറൻസ് ഞാൻ വിൻഡോ സൈഡ്. പിന്നെ മീൽ പ്രിഫറൻസ് ഇപ്പം ഞാൻ വെജ് നിട്ടു. ഈ മീൽ പ്രിഫറൻസ് ഒക്കെ ഇട്ട് കൊടുക്കണം, അല്ലെ പിന്നെ അത് ബാക്കിലേക്ക് വരും. അപ്പോൾ ഈ പ്രിഫറൻസ് എല്ലാം ഒന്ന് ഇട്ട് കൊടുത്തേര്. അത് കഴിഞ്ഞ് താഴെ നോക്കിക്കുക, ആഡ് പാസഞ്ചറെ ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മുടെ പേരോട് വന്നു, സുനിൽ, 50 years, മെയില്, വിൻഡോ സൈഡ്, വെജ്, ഇത് വന്നിട്ടുണ്ട്. എന്നിട്ട് ഫുഡ് നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ താഴെ നോക്കിക്കോ, ഐ ഡു നോട്ട് വാണ്ട് ഫുഡ് ബിവറേജസ്. അപ്പൊ ഇങ്ങനെ ഒരു ഇത് വരും. അതിലങ്ങ് ഏസ് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഫുഡ് പ്രൊവൈഡ് ചെയ്യല എന്നുള്ള ഏസ് അങ്ങ് ഇട്ടാൽ മതി. ഫുഡ് വേണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെ ഫുഡിന്റെ കൂടെ കൂടി പൈസ കിട്ടും. പിന്നെ ഇത് കോൺടാക്ട് ഡീറ്റെയിൽ ഇവിടെ ഓൾറെഡി എന്റെ കോൺടാക്ട് കിട്ടും. അത് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എഡിറ്റ് ചെയ്യാം. മാറ്റണം എന്നുണ്ടെങ്കിൽ ഇതിൽ എഡിറ്റ് ചെയ്യാം. എഡിറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അത് എങ്ങനെയാണെന്ന് കിടന്നാലും മതി. അത് കഴിഞ്ഞ് താഴെ നോക്കി അഡീഷണൽ പ്രിഫറൻസ്, കൺസിഡർ ഓട്ടോ അപ്ഗ്രഡേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ ചിലപ്പം അതിന്റെ മുകളിലുള്ള ക്ലാസ് ഫ്രീ ആയിട്ട് കിടന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഓട്ടോ അപ്ഗ്രഡേഷൻ തരും.
പിന്നെ ബുക്ക് ഒൺലി ഇഫ് കൺഫേം ബർത്ത് ആർ അലോക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ കൺഫേം ബർത്ത് ഉണ്ടെങ്കിൽ മാത്രം സീറ്റ് ബുക്ക് ചെയ്യുന്ന ഓപ്ഷനാണ് അത്. ബുക്ക് ഒൺലി ഇഫ് കൺഫേം ബർത്ത് ആർ അലോക്കേറ്റഡ്, അത് ഉണ്ടെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ അതായത് വെയിറ്റ് ലിസ്റ്റ് ആണ്, ബുക്ക് ആവത്തില്ല. പിന്നെ കോച്ച് നമ്പർ, പ്രിഫേർഡ് കോച്ച് നമ്പർ നമുക്ക് കൊടുക്കാം. അപ്പൊ എനിക്ക് സ്റ്റെപ്പിന്റെ നമ്മുടെ എക്സിറ്റിന്റെ അടുത്ത് സ്റ്റെപ്പ് ഒക്കെ ഉണ്ടെന്ന് വെച്ചോ. അപ്പൊ ഞാൻ പറയാം വന്ദേ ഭാരതിൽ അപ്പൊ C12 ആണെന്ന് വെച്ചോ. ഞാൻ C12 നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ അതിലുണ്ടെങ്കിൽ അത് കിട്ടും, അല്ല അതിന്റെ അടുത്തുള്ളത് കിട്ടും. പിന്നെ ട്രാവൽ ഇൻഷുറൻസ് പ്രീമിയം GST. അപ്പം അതിൽ ഓൾറെഡി ഏസിലാണ് ക്ലിക്ക് ചെയ്തേക്കുന്നത്. ട്രാവൽ ഇൻഷുറൻസ് വേണ്ടെന്നുണ്ടെങ്കിൽ നോ ഇട്ടാൽ മതി. അതിന് 50 പൈസ എങ്ങാണ്ട് പോകത്തുള്ളൂ. അപ്പൊ ഏസ് ഇട്ട് ഞാൻ റിവ്യൂ ജേർണി ഡീറ്റെയിൽസ് താഴെ നോക്കിക്കോ. റിവ്യൂ ജേർണി ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്യണം. ഇതെല്ലാം ഇപ്പൊ ഫില്ല് ചെയ്യേണ്ടതെല്ലാം ഇങ്ങനെ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് കേട്ടോ. റിവ്യൂ ജേർണി ഡീറ്റെയിൽസ് ഇത് ഫില്ല് ചെയ്യുക. അപ്പൊ കറക്റ്റായിട്ട് ഫില്ല് ചെയ്തില്ലെങ്കിൽ അവർ അതിന്റെ റെഡിനകത്ത് കാണിക്കും എന്തെങ്കിലും ഉണ്ടെന്നുള്ളത്. അപ്പൊ അവിടെ ഒന്നുകൂടെ ഫില്ല് ചെയ്യുക. അപ്പൊ ഇതിനകത്ത് നോക്കിക്കോ, ഡീറ്റെയിൽസ് നമുക്ക് കിട്ടി. വന്ദേ ഭാരതാണ്, കോട്ടയം ടു കണ്ണൂരാണ്, അഡൾട്ട് 1 ആണ്, സീറ്റ് സാറ്റർഡേ ആണ് പോണത്, പേര് വന്നു, കോണ്ടാക്ട് ഡീറ്റെയിൽ വന്നു, ആധാർ വെരിഫിക്കേഷൻ. ഈ തത്കാൽ ഇതിനകത്ത് ഒരു ആധാർ വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്യുക, വെരിഫൈ OTP. അപ്പൊ ഇതിനകത്തൊരു OTP വരും. ആ OTP നമ്മൾ അങ്ങ് ഇട്ട് കൊടുക്കണം ഇതിനകത്ത്. ആ OTP വന്നങ്ങോട്ട് വെരിഫൈ ചെയ്യുക. അപ്പൊ ഇങ്ങനെ വരും, ഇങ്ങനെ ഒരു സ്ക്രീൻ വരും. അപ്പൊ ഇതിനകത്ത് ചിലപ്പോൾ ഈ വെരിഫൈ OTP എന്നുള്ളത് കാണിക്കുകയില്ലായിരിക്കും, സ്ക്രീനിൽ കാണിക്കുകയില്ലായിരിക്കും, സ്ക്രീൻ റെക്കോർഡ് ഇല്ലാത്തതുകൊണ്ട് ചിലപ്പം കാണിക്കുമായിരിക്കും. അപ്പൊ ഇതിനകത്ത് വന്നു, നമുക്ക് വാലറ്റിനകത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ഫണ്ട് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഡിഡക്റ്റ് ആവും. ഇപ്പൊ നമുക്ക് ഫുഡ് ഇല്ലാത്തതുകൊണ്ടാണ് മുകളിൽ 1104 രൂപ 5 പൈസ. അതിന്റെ താഴെ വാലറ്റ് പേ ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ UPI എടുത്ത് ക്ലിക്ക് ചെയ്യുക, പേ യൂസിങ് UPI. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കിക്കോ, പേ ബൈ എനി UPI ആപ്പ് അങ്ങനെ കാണിക്കും. ആദ്യമേ UPI കാണിക്കും, പേ ബൈ എനി UPI ആപ്പ്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്കുള്ള ഏതൊക്കെ UPI ആണോ ഇതിനകത്ത് എല്ലാം കാണിക്കും. അത് ഞാൻ ആ ഗൂഗിൾ പേ സെലക്ട് ചെയ്തു. അപ്പൊ ഗൂഗിൾ പേ വന്നു. ഇനി ഈ ഗൂഗിൾ പേയുടെ പിൻ അടിച്ചു കൊടുക്കുക. ഇത് ഗൂഗിൾ പിൻ അടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് UPI ആപ്പിന്റെ ഒരു പിൻ അടിക്കാൻ പറയും. ആ പിന്നൂടെ അടിച്ചു കഴിയുമ്പോൾ, ഞാനിപ്പോൾ അടിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങൾ അടിച്ചു കഴിയുമ്പോഴത്തേനും ആ കണ്ടാണ് ഇത് കണ്ട് അടിച്ചു വന്നു. അടുത്ത പേയ്മെന്റ് ഓപ്ഷനിലേക്ക് പോയി അവിടെ പേ ചെയ്യുക. എന്നിട്ട് ഗൂഗിൾ പിൻ അടിച്ചു കൊടുക്കുക. ഗൂഗിൾ പിൻ അടിച്ചു കഴിയുമ്പോൾ വേണ്ടി ടിക്കറ്റ് ബുക്ക് ആവും. ഓണെ അടിക്കുന്നുമില്ല, നിങ്ങൾക്ക് കാണാനും പറ്റത്തില്ല. അപ്പം ഇത് നേരെ ടിക്കറ്റിലേക്ക് പോകും. അപ്പം നമ്മൾ അത് കഴിഞ്ഞ് ബാക്ക് അടിക്കരുത്. അതങ്ങനെ ഗൂഗിൾ പിൻ അടിച്ചു കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ ഫോൺ അങ്ങനെ വെക്കുക. ബാക്ക് ഒന്നും അടിച്ചേക്കരുത്. ഓട്ടോമാറ്റിക് ടിക്കറ്റ് ബുക്കായിട്ട് നമുക്ക് കാണിക്കും. ടിക്കറ്റ് ബുക്കായിട്ട് വരും. ഇപ്പം ഞാൻ ബാക്ക് അടിച്ചു പോവുകയാണ്. ബാക്ക് അടിച്ച് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമുക്ക് ടിക്കറ്റ്, ഞാനിപ്പം പേ ചെയ്തില്ല അതുകൊണ്ട് കാണിക്കുന്നില്ല. അത് കഴിഞ്ഞ് താഴെ നമ്മുടെ ഈ നോക്കിയോ, ഈ ആപ്പിന്റെ ഹോം പേജ് എടുത്തു കഴിഞ്ഞാൽ താഴെ മൈ ബുക്കിംഗ്സ് കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബുക്ക് ചെയ്ത ടിക്കറ്റുകളെല്ലാം കാണിക്കും. ഇപ്പം ഞാൻ ബുക്ക് ചെയ്തിട്ടില്ല അതുകൊണ്ട് കാണിച്ചിട്ടില്ല. ഓക്കെ, താങ്ക് യു.